നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. റഷ്യയിൽ സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല. ആക്രമണം റഷ്യയുടെ വീട്ടുപടിക്കൽ വരെ എത്തിയിരിക്കുന്നു. മോസ്കോയിൽ കയറി ക്രെംലിനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കാൻ പാകത്തിൽ യുക്രൈൻ വളർന്നുവെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റഷ്യയുടെ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനാ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവിന്റെ കൊലപാതകം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനും പ്രമുഖനുമായ 2 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. കിറിലോവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം യുക്രൈൻ സെക്യൂരിറ്റി സർവീസായ SBU ഏറ്റെടുത്തു. യുക്രൈനിൽ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്ന കുറ്റമാണ് SBU കിറിലോവിനെ കൊലപ്പെടുത്താൻ പറയുന്ന കാരണം. യുക്രൈൻ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂവെന്നും പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടുവെന്നും റഷ്യയുടെ ഭീഷണി. യുക്രൈൻ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂവെന്നും പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടുവെന്നും റഷ്യയുടെ ഭീഷണി. റഷ്യയുടെ ഭീഷണിക്കിടെ കസാനിൽ ബഹുനില കെട്ടിടത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ യുക്രൈൻ ഇടിച്ചുകയറ്റി. യുക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചതിനു പിന്നാലെ യുക്രൈൻ സൈന്യത്തിന്റെ നീക്കം സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റഷ്യൻ ന്യൂക്ലിയർ, ബയോളജിക്കൽ, കെമിക്കൽ പ്രൊട്ടക്ഷൻ ട്രൂപ്പുകളുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിരിലോവിനെതിരെ യുക്രൈൻ കോടതി യുദ്ധക്കുറ്റം ചുമത്തിയത് ഡിസംബർ 16-ന്. നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയത്. കിറിലോവിനെതിരെ തെളിവുകൾ ഹാജരാക്കിയ യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് എന്ന SBU യുദ്ധക്രിമിനൽ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കിറിലോവിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം താമസിച്ചിരുന്ന മോസ്കോയിലെ റിസാൻസ്കി പ്രോസ്പെക്ട് സ്ട്രീറ്റിലെ വീട്ടിൽ നിന്ന് രാവിലെ 6:15 പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ഉഗ്രസ്ഫോടനം നടന്നു. ഇഗോർ കിറിലോവും അദ്ദേഹത്തിന്റെ സഹായിയും തൽക്ഷണം കൊല്ലപ്പെട്ടു. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് ദുരന്തം. വിദൂര നിയന്ത്രിത സ്ഫോടനമാണ് നടന്നതെന്ന് റഷ്യൻ അന്വേഷണ ഏജൻസികൾ സമ്മതിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനായിരുന്നു ഇഗോർ കിറിലോവ്. അതുകൊണ്ട് തന്നെ പുടിനേറ്റ തിരിച്ചടിയായിരുന്നു ജനറലിന്റെ കൊലപാതകം. ഭീകര ആക്രമണമായിരിക്കുമെന്ന നിഗമനത്തിലേക്ക് റഷ്യൻ അന്വേഷണ ഏജൻസികൾ കടക്കവേ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യുക്രൈൻ സെക്യൂരിറ്റി സർവീസിന്റെ പ്രഖ്യാപനം വന്നു. കിറിലോവിന്റെ കൊലപാതകം തീർത്തും നിയമാനുസൃതമെന്നായിരുന്നു യുക്രൈന്റെ നിലപാട്. യുക്രൈന്റെ പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് മാറി എന്നതിന്റെ സൂചന കൂടിയാണ് റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ കൊലപാതകം. സൈനിക ജനറലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 29-കാരനായ ഉസ്ബെക്കിസ്ഥാൻ പൗരനെ റഷ്യൻ സെക്യൂരിറ്റി സർവീസ് അറസ്റ്റ് ചെയ്തു. ഇഗോർ കിറിലോവിനെ വധിക്കുവാൻ യുക്രൈൻ വാടകയ്ക്കെടുത്ത കൊലയാളിയാണ് ഇയാളെന്ന് റഷ്യൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസിയായ FSB വെളിപ്പെടുത്തി. കൊലപാതകം നടത്തിയാൽ $1,00,000 നൽകാമെന്നും യൂറോപ്പിലേക്ക് കടക്കുവാൻ സഹായിക്കാമെന്നും യുക്രൈൻ അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചതായും FSB വ്യക്തമാക്കി. റഷ്യയ്ക്കുള്ളിൽ യുക്രൈൻ വധിക്കുന്ന ഏറ്റവും ഉന്നതനായ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇഗോർ കിറിലോവ്. വ്ളാഡിമിർ പുടിനും റഷ്യൻ സൈന്യത്തിനും മോസ്കോയിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും മാത്രമല്ല കിറിലോവിന്റെ കൊലപാതകം ഞെട്ടലുണ്ടാക്കിയത്. റഷ്യൻ പാർലമെന്റ് അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് മൗനം ആചരിച്ചു. നികത്താനാവാത്ത നഷ്ടമെന്നാണ് കിറിലോവിന്റെ മരണത്തെ ഡെപ്യൂട്ടി സ്പീക്കർ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കിറിലോവിന്റെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടിക്ക് റഷ്യ തയ്യാറെടുക്കുമെന്നതിൽ സംശയമില്ല. യുക്രൈൻ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യയുടെ തിരിച്ചടി എത്രത്തോളം ശക്തമായിരിക്കും എന്നാണ് ഉയരുന്ന ആശങ്ക. യുക്രൈൻ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന് റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനുമായ ദിമിത്രി മെദ്വദേവ് പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോർ കിറിലോവിനെ യുക്രൈൻ ലക്ഷ്യമിട്ടിരുന്നു. 2022 ഫെബ്രുവരിയിൽ യുക്രൈനിൽ യുദ്ധം തുടങ്ങിയ ശേഷം തെക്കുകിഴക്കൻ മേഖലകളിൽ 4800-ലേറെ തവണ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചുവെന്നാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമായ SBU ആരോപിക്കുന്നത്.
രാസായുധങ്ങൾ സംബന്ധിച്ച 1993 കൺവെൻഷനിലെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് റഷ്യ ആയുധങ്ങൾ ഉപയോഗിച്ചതെന്നും യുക്രൈൻ കുറ്റപ്പെടുത്തി. ഒന്നാം ലോക യുദ്ധകാലത്ത് ആദ്യമായി ഉപയോഗിച്ച വിഷവാതകമായ ക്ലോറോപിക്രിൻ യുക്രൈനിൽ റഷ്യ പ്രയോഗിച്ചതായി കഴിഞ്ഞ മെയ് മാസത്തിൽ യുഎസും ആരോപിച്ചിരുന്നു. യുഎസിന്റെ ആരോപണം നിഷേധിച്ച റഷ്യ വിഷായുധങ്ങൾ തങ്ങളുടെ സൈന്യത്തിനു നേരെ പ്രയോഗിച്ചത് യുക്രൈനാണെന്ന് കുറ്റപ്പെടുത്തി. യുക്രൈന്റെ നോട്ടപ്പുള്ളിയായ ഇഗോർ കിറിലോവിനെതിരെ യുഎസും ബ്രിട്ടനും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ക്രൈംലിനിലെ വ്യാജ വാർത്തകളുടെ നിർമ്മാതാവ് എന്നാണ് അദ്ദേഹത്തെ ബ്രിട്ടൻ വിശേഷിപ്പിച്ചിരുന്നത്. അതേസമയം റഷ്യൻ രാസായുധ സംരക്ഷണ സേന തലവന്റെ കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ തങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പങ്കില്ലെന്ന് അമേരിക്ക അറിയിച്ചു. എന്നാൽ റഷ്യക്കാർക്ക് തികഞ്ഞ രാജ്യസ്നേഹിയും വീരനായ യോദ്ധാവുമായിരുന്നു കിറിലോവ്. രാജ്യത്തിനു വേണ്ടി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന പോരാളിയെ നഷ്ടപ്പെട്ടതിന്റെ നിരാശ റഷ്യക്കാർക്കുണ്ട്. റഷ്യൻ സൈനികർക്കു നേരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപകടങ്ങളെ കണ്ടെത്തി അതിനെ നശിപ്പിക്കുന്ന ദൗത്യമായിരുന്നു അദ്ദേഹത്തിനും സംഘാംഗങ്ങൾക്കും. ആയുധ നിർമ്മാണ ചുമതലയിലേക്ക് കിറിലോവ് എത്തിയതിനു ശേഷമാണ് തെർമോബാരിക് വാർഹെഡുകൾ ഉപയോഗിച്ച് ലക്ഷ്യം തകർക്കുന്ന ഫ്ലെയിം ത്രോവർ സംവിധാനം റഷ്യ വികസിപ്പിച്ചത്. ശക്തമായ പ്രഹരശേഷിയുള്ള ഫ്ലെയിം ത്രോവർ ബോംബുകൾ യുദ്ധാരംഭം മുതൽ റഷ്യ യുക്രൈനിൽ ഉപയോഗിക്കുന്നുവെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമർശനം. ഗ്രനേഡുകളിലും ഡ്രോൺ ആക്രമണത്തിലും ഇത്തരം നിരോധിത വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. റഷ്യൻ ഉന്നതരെ ലക്ഷ്യം വച്ച് യുക്രൈൻ അന്വേഷണ ഏജൻസി കൊലപ്പെടുത്തുന്നത് ഇത് ആദ്യമല്ല. മുൻ ദൗത്യങ്ങളിൽ SBS മൗനം പാലിക്കുമ്പോൾ ഇഗോർ കിറിലോവിന്റെ കൊലപാതകത്തിൽ മാത്രമാണ് യുക്രൈൻ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുക്കുവാൻ തയ്യാറായത്. വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനും റഷ്യയുടെ മിസൈൽ മനുഷ്യൻ എന്നും അറിയപ്പെടുന്ന മിഖായിൽ ഷാറ്റ്സ്കിയെ കഴിഞ്ഞയാഴ്ച വീടിന് അടുത്തുള്ള പാർക്കിൽ അജ്ഞാതർ വെടിവച്ചു കൊന്നിരുന്നു. യുക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ക്രൂയിസ് മിസൈലുകൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം മിഖായിലായിരുന്നു. ഡ്രോണുകൾ, സ്പേസ് ക്രാഫ്റ്റുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഷാറ്റ്സ്കിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ X-59 ക്രൂയിസ് മിസൈലിനെ പരിഷ്കരിച്ച് X-69 മിസൈലാക്കി ഉയർത്തിയതിന് പിന്നിൽ ഇദ്ദേഹത്തിന്റെ തലച്ചോറാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ മിസൈൽ ഗവേഷകന്റെ കൊലപാതകത്തിന് പിന്നിൽ യുക്രൈൻ അന്വേഷണ ഏജൻസിയായ SBUവിന് പങ്കുണ്ടെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉപദേശകനും തീവ്ര ദേശീയ താത്വിക ആചാര്യനായിരുന്ന അലക്സാണ്ടർ ഡുഗിന്റെ മകളും വാർത്താ അവതാരികയുമായ ഡാരിയ ഡുഗിന കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും യുക്രൈൻ അന്വേഷണ ഏജൻസിയുടെ പങ്കിനെക്കുറിച്ച് അന്നേ റഷ്യ ആരോപണം ഉന്നയിച്ചിരുന്നു. അലക്സാണ്ടർ ഡുഗിന്റെ ഉപദേശം സ്വീകരിച്ചാണ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ ആക്രമണത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടതെന്നാണ് യുക്രൈന്റെ ആരോപണം. അലക്സാണ്ടർ ഡുഗിനെ ലക്ഷ്യം വച്ച കാറിൽ അവസാന നിമിഷം അദ്ദേഹത്തിന്റെ മകൾ മാത്രം കയറിയതുകൊണ്ടാണ് 29-കാരിയായ ഡാരിയ കൊല്ലപ്പെട്ടത്. നാടകം കഴിഞ്ഞ് ഡാരിയയുടെ കാറിന് പിന്നാലെ സുഹൃത്തിന്റെ കാറിൽ വരികയെന്ന് അലക്സാണ്ടർ മകൾ തീഗോളമായി മാറുന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്നു. അതുപോലെ ക്രൈമിയ ഉപദ്വീപിനെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന നീളം കൂടിയ കർച്ച് റെയിൽ റോഡ് പാലത്തിലുണ്ടായ ട്രക്ക് സ്ഫോടനത്തിന് പിന്നിലും യുക്രൈന്റെ പങ്കുണ്ടെന്ന് ആരോപിച്ചിരുന്നു. അട്ടിമറികൾക്കായി റഷ്യയ്ക്കുള്ളിൽ ഒരു രഹസ്യ ശൃംഖല തന്നെ യുക്രൈൻ വളർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യക്കാർ രാജ്യത്തിനുള്ളിൽ സുരക്ഷിതരല്ല എന്ന ഭയം സൃഷ്ടിക്കുകയാണ് യുക്രൈന്റെ ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ ലക്ഷ്യം. ശത്രുവിനെ മാനസികമായി തളർത്താനാണ് യുക്രൈന്റെ നീക്കം. ഇഗോർ കിറിലോവിന്റെ കൊലപാതകത്തോടെ അത്തരമൊരു ഭയം ജനങ്ങൾക്കിടെ ശക്തമായതായും അഭിപ്രായമുണ്ട്. റഷ്യയ്ക്കുള്ളിൽ കടന്നുള്ള യുക്രൈന്റെ ടാർഗറ്റഡ് കൊലപാതകങ്ങൾ 3ാം വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തെ ആളിക്കത്തിക്കുമോ എന്ന ആശങ്കയും ചില നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. റഷ്യൻ പൗരന്മാരെ സ്വാധീനിച്ച് ലക്ഷ്യം കണ്ടെത്തുന്ന യുക്രൈന്റെ തന്ത്രവും വ്ളാഡിമിർ പുടിനെ പ്രതിസന്ധിയിലാക്കുന്നു. അതേസമയം ഇഗോർ കിറിലോവിനെ പോലുള്ള പ്രമുഖരെ ശത്രുക്കൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്തുകൊണ്ട് റഷ്യൻ ഇന്റലിജൻസ് അറിയാതെ പോകുന്നു എന്ന വിമർശനവും ശക്തമാണ്. അടുത്തിടെയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകളിലൊന്നാണ് മ്യാൻമറിലെ അരൈക്കാൻ ആർമിയുടെ മുന്നേറ്റം. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മൌഡ്ഗോ സംസ്ഥാനത്തിന്റെ നിയന്ത്രണം അരൈക്കാൻ ആർമി പിടിച്ചെടുത്തതോടെയാണ് അവർ വാർത്തകളിൽ നിറഞ്ഞത്.
ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ളതും രാജ്യാന്തര ശ്രദ്ധ നേടിയതുമായ സെന്റ് മാർട്ടിൻ ദ്വീപിന് അടുത്തുവരെ അരാക്കൻ ആർമി എത്തി. അരാക്കൻ ആർമിയുടെ വിജയവും അതുണ്ടാക്കുന്ന ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് മേഖല. യുഎസിനും ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഏറെ നിർണായകമാണ് അരാക്കൻ ആർമിയുടെ മുന്നേറ്റം. 75 വർഷത്തെ ചരിത്രത്തിൽ ഭൂരിഭാഗവും കാലവും മ്യാൻമാർ ഭരിച്ചത് സൈന്യമായിരുന്നു. ഇതിനിടെ ഉയർന്നു വന്ന ജനാധിപത്യവാദികളെയെല്ലാം അടിച്ചമർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര കലാപം വിട്ടൊഴിഞ്ഞ നേരമില്ല മ്യാൻമറിൽ. ലോകത്ത് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന രാജ്യം മ്യാൻമറാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. 1948 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ നാൾ മുതൽ തുടങ്ങിയതാണ് വിട്ടൊഴിയാത്ത ആഭ്യന്തര കലാപങ്ങൾ. നിരവധി വംശീയ ഗ്രൂപ്പുകൾ ഉയർന്നു വന്നപ്പോൾ നഷ്ടപ്പെട്ടത് മ്യാൻമറിന്റെ സമാധാനമാണ്. 2021 മുതൽ തന്മതോ എന്നറിയപ്പെടുന്ന മ്യാൻമർ സൈന്യവും അതിന്റെ തലവനും നേതൃത്വം നൽകുന്ന ജുണ്ട ഭരണത്തിനെതിരെ വിവിധ സായുധ സംഘങ്ങളാണ് പോരാട്ടം നടത്തിവരുന്നത്. 2.5 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഇപ്പോഴത്തെ ആഭ്യന്തര സംഘർഷത്തിൽ രാജ്യത്തിന്റെ 50% ഭാഗം സായുധ സംഘങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ ഭരണം നടത്തുന്നു എന്നാണ് റിപ്പോർട്ട്. ബ്രദർഹുഡ് സഖ്യം എന്നറിയപ്പെടുന്ന മ്യാൻമർ നാഷണൽ ഡെമോക്രാറ്റിക് ആർമിയും ടാങ് നാഷണൽ ലിബറേഷൻ ആർമിയും അരാക്കൻ ആർമിയുമാണ് പോരാട്ടത്തിന്റെ മുൻനിരയിലുള്ളത്. ഇവരിൽ അരാക്കൻ ആർമിയുടെ മുന്നേറ്റമാണ് ഏറെ ശ്രദ്ധേയം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെയും ഇന്ത്യയുമായുള്ള അസ്വസ്ഥതകളുടെയും ഇടയിലാണ് അരാക്കൻ സൈന്യത്തിന്റെ മുന്നേറ്റവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ചർച്ചയാകുന്നത്. മ്യാൻമറിലെ രാഖൈൻ പ്രവിശ്യയിൽ അധിവസിക്കുന്ന രാഖൈൻ വംശജർക്ക് കൂടുതൽ സ്വയംഭരണം എന്ന ആവശ്യം മുൻനിർത്തി പോരാടുന്ന സായുധ സംഘടനയാണ് അരാക്കൻ ആർമി. 230 വർഷത്തിലേറെ കാലം അരാക്കൻ എത്നിക് വിഭാഗത്തിന്റെ പ്രത്യേക രാജ്യമായിരുന്നു അർക്കാൻ. ബ്രിട്ടീഷുകാർ നിർബന്ധപൂർവം അരാക്കൻ രാജ്യത്തെ മ്യാൻമറിനോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഈ രാജ്യമാണ് പിന്നീട് രാഖൈൻ പ്രവിശ്യയായി മാറിയത്. സ്വന്തം സംസ്കൃതിയും സ്വത്വവും വീണ്ടെടുക്കുന്നതിനോടൊപ്പം മ്യാൻമറിലെ പട്ടാള ഭരണത്തിൽ നിന്നുള്ള മോചനവും ലക്ഷ്യമാക്കിയാണ് അരാക്കൻ ആർമി 2009 രൂപം കൊണ്ടത്. ബംഗ്ലാദേശും മ്യാൻമറും അതിർത്തി പങ്കിടുന്നത് 270 കിലോമീറ്റർ പ്രദേശമാണ്. ഈ അതിർത്തി ഉൾപ്പെടുന്ന സംസ്ഥാനത്തിന്റെ നിയന്ത്രണമാണ് അരാക്കൻ ആർമി കൈവശപ്പെടുത്തിയത്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ മ്യാൻമർ സൈന്യം അരാക്കൻ ആർമിക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. രാഖൈനിലെ സൈന്യത്തിന്റെ ആസ്ഥാനം ഇപ്പോൾ അരാക്കൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്. ബുദ്ധമത വിശ്വാസികളാണ് സംഘടനയിലുള്ളത്. യുണൈറ്റഡ് ലീഗ് ഓഫ് അരാക്കൻ അഥവാ ULA-യുടെ സായുധ സൈനിക വിഭാഗമാണ് അരാക്കൻ ആർമി. അച്ചടക്കവും ഉത്സാഹികളുമാണ് അവർ. മ്യാൻമർ പട്ടാളത്തിന്റെ വ്യോമാക്രമണങ്ങളെയും ശക്തമായ പീരങ്കി ആക്രമണത്തെയും അതിജീവിച്ചാണ് അരാക്കനീസ് ഭടന്മാർ മൗണ്ട് ഗൗം പിടിച്ചെടുത്തതെന്നാണ് BBC ലേഖകൻ ജൊനാഥൻ ഹെഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗറില്ല മോഡൽ ഉൾപ്പെടെയുള്ള ആയുധ പരിശീലനം ലഭിച്ച 40,000-ഓളം അംഗങ്ങൾ സംഘത്തിനുണ്ട്. മ്യാൻമർ ചൈന അതിർത്തിയിലെ മറ്റ് വിമത സേനകളിൽ നിന്നും അരാക്കൻ ആർമിക്ക് പരിശീലനം ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. ഡ്രോണുകളും ആർട്ടിലറിയും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ ലഭിക്കുന്ന സ്രോതസ്സും ഇതുവഴിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഖൈൻ പ്രവിശ്യയിലെ ദാരിദ്ര്യവും ഒറ്റപ്പെടലും കേന്ദ്രത്തിന്റെ അവഗണനയും കാരണം ഉയർന്ന പ്രതിഷേധം അരാക്കൻ ആർമി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. രാഖൈൻ നിവാസികൾ തങ്ങളുടെ രക്ഷകരായി കണ്ട് എല്ലാവിധ പിന്തുണയും അരാക്കൻ ആർമിയിലെ ചെറുപ്പക്കാർക്ക് നൽകി വരുന്നു. രാഖൈനെ സ്വയംഭരണ പ്രദേശമാക്കുക എന്ന ലക്ഷ്യത്തോടെ മ്യാൻമറിലെ പട്ടാള ഭരണത്തോട് പോരാടിയ അരാക്കൻ ആർമി ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് സ്വതന്ത്ര രാഷ്ട്രമാണ്. മ്യാൻമർ സൈന്യത്തിനു നേരെ നേടിയ വൻ വിജയം അരാക്കൻ ആർമിയെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന ആശങ്കയുമുണ്ട്. ചിറ്റങ്കോങ്ങിൽ മതപീഡനം നടക്കുന്ന ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെയും രക്ഷിക്കാൻ അവർ ശ്രമിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ കാവൽ ഭരണത്തിന് തിരിച്ചടിയാകും. അതിർത്തി കടന്നെത്തുന്ന അരാക്കൻ സ്വയം ഭരണത്തെ തടയുക എന്നതും ബംഗ്ലാദേശിന്റെ മുന്നിലെ പ്രതിസന്ധിയായിരിക്കും. രാഖൈനിൽ നേരത്തെ 15 ലക്ഷത്തോളം റോഹിംഗ്യൻ വംശജരുണ്ടായിരുന്നു. മ്യാൻമർ സൈന്യത്തിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ തുടങ്ങിയതോടെയാണ് അവർക്കെതിരെ സൈനിക നീക്കം ആരംഭിച്ചത്. മ്യാൻമർ സൈന്യത്തിന്റെ കൂട്ടക്കൊലകളും ആക്രമണങ്ങളും ശക്തമായപ്പോൾ 6 ലക്ഷത്തോളം റോഹിംഗ്യകൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു. ഇനിയും 7 ലക്ഷത്തോളം റോഹിംഗ്യകൾ രാഖൈൻ പ്രവിശ്യയിലുണ്ടെന്ന് കണക്കാക്കുന്നു.
അവരെയും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നായിരുന്നു അരാക്കൻ ആർമി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ മ്യാൻമാർ സൈന്യവും അരാക്കൻ ആർമിയും പോരാട്ടം തുടങ്ങിയ നാളുകളിൽ ബദ്ധശത്രുക്കളായിരുന്നിട്ടുകൂടി സൈന്യത്തെ രോഹിംഗ്യകൾ സഹായിച്ചു എന്നാണ് അരാക്കൻ ആർമിയുടെ ആരോപണം. ഇതിനെ തുടർന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ചിലയിടത്തു നിന്നും രോഹിംഗ്യകളെ അവർ പുറത്താക്കി. മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജിഹാദി സായുധ സംഘങ്ങൾക്ക് രോഹിംഗ്യകൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതായും അരാക്കൻ ആർമി ആരോപിക്കുന്നു. മഗ്ഡോ പ്രവിശ്യയിലും മറ്റുമുള്ള അമുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുസ്ലിം സമുദായക്കാരെ ഇളക്കിവിടുന്നതും രോഹിംഗ്യകളാണെന്ന് അരാക്കൻ ആർമി കുറ്റപ്പെടുത്തുന്നു. അതിർത്തിയിലെ രോഹിംഗ്യൻ സംഘടനകൾ കൊലപാതകങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലിനും നേതൃത്വം നൽകുന്നുവെന്നും അതിന് ജമാഅത്തെ ഇസ്ലാമിയും അൽ-ഖയ്ദ പോലുള്ള സംഘടനകളിൽ നിന്നും രോഹിംഗ്യൻ വംശജർക്കും സഹായങ്ങൾ കിട്ടുന്നതായും എ സംശയിക്കുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ബംഗ്ലാദേശ് ആണെന്നാണ് അരാക്കൻ ആർമിയുടെ ആരോപണം. അവശേഷിക്കുന്ന രോഹിംഗ്യകൾക്കും രാഖൈന വിട്ടുപോകേണ്ടി വരുമോ എന്ന ആശങ്കയും ശക്തമാണ്. മ്യാൻമറിലെ ആഭ്യന്തര പ്രശ്നം എന്നും മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ അരാക്കൻ ആർമിയുടെ മുന്നേറ്റം എങ്ങനെ അനുകൂലമാക്കാമെന്നാണ് ചൈന ലക്ഷ്യം വെക്കുന്നത്. മ്യാൻമറിലെ അരാക്കൻ, കാരൻ, ഷാൻ തുടങ്ങിയ സായുധ സംഘടനകൾക്ക് ചൈന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് മ്യാൻമറിലെ നിക്ഷേപം നടത്തിയിട്ടുള്ള ചൈനയ്ക്ക് രാഖൈൻ പ്രദേശത്തെ തുറമുഖങ്ങളിലും താൽപര്യമുണ്ട്. ഈ പ്രദേശത്തോട് അടുത്താണ് ബംഗ്ലാദേശിന്റെ നിയന്ത്രണത്തിലുള്ള സെന്റ് മാർട്ടിൻ ദ്വീപ്. തന്ത്രപ്രധാനമായ ഈ ദ്വീപിൽ അമേരിക്കയ്ക്ക് പ്രത്യേക താൽപര്യമുണ്ട്. ഇവിടെ നാവികതാവളം സ്ഥാപിച്ച് ചൈനയെയും ബംഗാൾ ഉൾക്കടലിലെ ചലനങ്ങളും നിരീക്ഷിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം. യുഎസിന്റെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന ചൈന ബംഗ്ലാദേശിനെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ കലങ്ങിമറിഞ്ഞ മ്യാൻമറിലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെട്ട് സമാധാന ശ്രമത്തിന് മുൻകൈയെടുക്കുന്നതിന് പകരമായി അവിടെ മുൻതൂക്കം സ്ഥാപിക്കാനാണ് ചൈനയുടെ നീക്കം. മ്യാൻമറിൽ ചൈനയ്ക്ക് മുൻതൂക്കം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ അരാക്കൻ ആർമിക്ക് ആയുധ പരിശീലനവും പണവും നൽകുന്നതിനോടൊപ്പം രഹസ്യ വിവരങ്ങളും നൽകുന്നതായുള്ള കിംവദന്തികളും പറഞ്ഞു പരത്തുന്നുണ്ട്. മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ MP അരാക്കൻ മേധാവികളെ കണ്ടതാണ് ഈ വ്യാഖ്യാനത്തിന് പിന്നിൽ. എന്നാൽ ഈ ആരോപണങ്ങളെ ഒരു തരത്തിലും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. മാനുഷിക പരിഗണനയിൽ ചില ഭക്ഷ്യസാധനങ്ങൾ അരാക്കൻ പ്രദേശത്ത് ഇന്ത്യ നൽകിയിട്ടുണ്ട്. കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്ന തുറമുഖം രാഖൈനിൽ പണിയുന്ന ഇന്ത്യ ഈ പ്രദേശത്തിന്റെ ക്ഷേമത്തിനാണ് പ്രാധാന്യം നൽകി പോരുന്നത്. മാത്രവുമല്ല, മ്യാൻമറിലെ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയും പങ്കാളിയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അശാന്തിക്ക് തിരികൊടുക്കുന്നത് മ്യാൻമർ അതിർത്തിക്ക് തൊട്ടടുത്ത് നിന്നുമാണെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ഏറെ ശ്രദ്ധയോടെയായിരിക്കും ഇന്ത്യയുടെ നീക്കം. എന്തായാലും രാഖൈൻ പ്രദേശവും അവിടത്തെ അരാക്കൻ ആർമിയുടെ മുന്നേറ്റവും ലോകം ശ്രദ്ധിക്കുന്ന അന്താരാഷ്ട്ര കളിയുടെ കേന്ദ്രമായി മാറുമെന്ന് ഉറപ്പാണ്. ചെങ്കടൽ കേന്ദ്രീകരിച്ച് ശക്തമായ പോർമുഖം തുറക്കുമ്പോൾ നിരന്തരമായ തിരിച്ചടികൾ കൊണ്ട് കൂടുതൽ ദുർബലമായ ഹമാസ് നേതൃത്വം വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. ഇസ്രായേലിന്റെ പ്രതിജ്ഞയായിരുന്നു ചെകുത്താന്റെ അച്ചുതണ്ട് തകർക്കുമെന്നത്. ഹമാസ്, ഹിസബുള്ള, യമനിലെ ഹൂതികൾ എന്നീ സായുധ സംഘടനകളും അവരെ വളർത്തിയ ഇറാനെയുമാണ് ഇസ്രായേൽ ചെകുത്താന്റെ അച്ചുതണ്ടെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ കനത്ത പ്രഹരത്തിൽ ഹമാസും ഹിസബുള്ളയും ഏതാണ്ട് മൃതപ്രായമായ അവസ്ഥയിലാണ്. ഇനി അച്ചുതണ്ടിലെ ഹൂതികളെയും നിശബ്ദരാക്കണം. അതാണ് ഇസ്രായേലിന്റെയും US-ന്റെയും നീക്കം. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സേന യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ തുറമുഖങ്ങൾ, ഊർജോൽപാദന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി. സാലിഫ്, റാസി ഇസ, സന എന്നിവിടങ്ങളിൽ ഹൂതി നിയന്ത്രണമുള്ള തുറമുഖങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 14 യുദ്ധവിമാനങ്ങളാണ് ഹൂതി കേന്ദ്രങ്ങൾ തകർക്കുവാൻ ഇസ്രായേൽ നിയോഗിച്ചത്. ഹൂതികൾ ടെൽ അവീവിലേക്ക് തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യത്തിലെത്തും മുമ്പ് ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തിരുന്നു. ഒരു മിസൈൽ മധ്യ ഇസ്രായേലിൽ ഒരു സ്കൂൾ കെട്ടിടത്തിനു മുകളിൽ പതിച്ച് കേടുപാടുകൾ ഉണ്ടാക്കി. എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നെത്തിയ ഹൂതികളുടെ മിസൈലുകൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചു. അതിനുള്ള മറുപടിയായിരുന്നു ഇസ്രായേൽ പോർ വിമാനങ്ങളുടെ ബോംബ് വർഷം.
ഗാസയിലെ ആക്രമണം ഇനിയും തുടർന്നാൽ ഇസ്രായേൽ മണ്ണിൽ അധികം വൈകാതെ എത്തുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച അമേരിക്കൻ സേനയും ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്കു നേരെ ഹൂതി ആക്രമണം വീണ്ടും ശക്തമായതോടെയാണ് തിരിച്ചടിയുമായി യുഎസും രംഗത്തെത്തിയത്. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പ്രതികാരമായാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലുള്ള കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയത്. ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നു ഉന്നം വച്ചത്. പിന്നീട് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കും പാശ്ചാത്യ യുദ്ധ കപ്പലുകൾക്കും ഹൂതി മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി. നേരത്തെ യമൻ വിമത സംഘത്തെ നേരിടാൻ ബഹുരാഷ്ട്ര നാവികസേനയെ വരെ അമേരിക്ക സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ടും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ഹൂതി വിമതരെ നേരിടാൻ പുതിയ മാർഗം യുഎസ് തേടിയത്. ഹൂതികളുടെ കൈവശം ആയുധങ്ങൾ എത്താതിരിക്കുവാനുള്ള വഴികളാണ് യുഎസ് നടപ്പിലാക്കുന്നത്. അതിനായി ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കുവാനും തടയുവാനുമാണ് യുഎസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും വിദേശ രാജ്യങ്ങളുടെയും പിന്തുണ യുഎസ് തേടിയിട്ടുണ്ട്. ഹൂതികൾ എന്ന അൻസാർ അള്ളാ സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും അമേരിക്ക ശക്തമായ നീക്കം ആരംഭിച്ചു. ആയുധങ്ങൾ മാത്രമല്ല, ഹൂതികളുടെ സാമ്പത്തിക സ്രോതസ്സുകളും തടയുകയാണ് യുഎസിന്റെ ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ യമൻ നിരീക്ഷണ സംഘമായ വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ്. യമന് എതിർഭാഗത്തുള്ള രാജ്യമായ ജിബൂട്ടിയിൽ 2016 സ്ഥാപിച്ച ഈ നിരീക്ഷണ സ്ഥാപനത്തിന് അധികാരം പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഹൂതികളിലേക്ക് എത്തുന്ന ആയുധങ്ങൾ തടയുവാനും ഉപരോധം ഏർപ്പെടുത്തുവാനും പരിമിതികളുണ്ട്. ഈ പ്രശ്നത്തിനും നയതന്ത്ര തലത്തിൽ മാറ്റം കൊണ്ടുവരുവാനാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കൻ നീക്കങ്ങളെ റഷ്യയും ഇറാനും കൂട്ടുപിടിച്ച് മറികടക്കുവാനാണ് ഹൂതികളുടെയും ശ്രമം. ഇറാൻ മാത്രമല്ല, റഷ്യയും ഇവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ലെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ലോക വ്യാപാരത്തിന്റെ 12% ചെങ്കടലിലൂടെയാണ് നടക്കുന്നത്. ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും തന്ത്രപ്രധാനമായ ചെങ്കടലിനോട് ചേർന്ന പശ്ചിമ യമനിലാണ് ഹൂതികളുടെ കേന്ദ്രം. 2003 ശേഷം 320-ലേറെ ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ അവർ നടത്തിയത്. ഹൂതികളെ അശക്തരാക്കിയാൽ ഇറാനും റഷ്യയും പശ്ചിമേഷ്യയിൽ കൂടുതൽ അപ്രസക്തരാകുമെന്ന കണക്കുകൂട്ടലാണ് യുഎസും സഖ്യശക്തികളും തന്ത്രമൊരുക്കുന്നത്. പക്ഷേ തന്ത്രം എളുപ്പം നടപ്പാക്കാനാകില്ലെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അതിനിടെ 14 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിനുള്ള വഴികൾ തെളിയുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരന്തരമായ തിരിച്ചടികൾ കൊണ്ട് കൂടുതൽ ദുർബലമായതോടെ നേരത്തെ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസ് തയ്യാറായതാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുവാനുള്ള വഴി തെളിച്ചത്. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസ വിടാതെ ചർച്ചയ്ക്കില്ലെന്ന് പിടിവാശി കാണിച്ചിരുന്ന ഹമാസ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ സമയക്രമം വേണമെന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായി. ഇത് ശുഭസൂചനയാണെന്നും കരാറിലേക്ക് എന്നത്തേക്കാളും കൂടുതൽ അടുത്തുവെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ലെബനാനിലെ ഹിസ്ബുള്ള കൂടുതൽ ദുർബലമായതും ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിലെത്തിയതും പുനർവിചിന്തനത്തിന് ഹമാസിനെ പ്രേരിപ്പിച്ചതായി വിലയിരുത്തുന്നു. ഹൂതികൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും ശക്തമായ ആക്രമണം ആരംഭിച്ചതും സിറിയയിൽ വിമതർ ഭരണം പിടിച്ചതും ഇറാനിൽ നിന്ന് ആയുധങ്ങളുടെയും പണത്തിന്റെയും ഒഴുക്ക് കുറഞ്ഞതും ഹമാസിനെ പ്രതിരോധത്തിലാക്കി. ഏറെക്കുറെ ദുർബലമായ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറല്ലാതെ പോംവഴിയില്ലെന്നും ഹമാസ് നേതൃത്വം മനസ്സിലാക്കുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഗാസയുടെ ഭൂരിഭാഗം അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു. നിർണയിക്കാനാകാത്ത നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത്. 45,000-ലേറെ മനുഷ്യജീവനുകളാണ് യുദ്ധഭൂമിയിൽ പൊലിഞ്ഞത്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഈ ആക്രമണം കൊണ്ട് എന്തു നേടിയെന്ന ചോദ്യത്തിനും ഹമാസ് ഉത്തരം പറയേണ്ടി വരും. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു.
പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.